ഒരു സാധാരണ ടാക്സി ഡ്രൈവർ ആയിരുന്ന വ്യക്തിക്ക് സ്വന്തമായിട്ട് മെഴ്സിഡീസ് ബെൻസും 1 കോടിയോളം വില വരുന്ന BMW, അതും വെറും 5 വർഷം കൊണ്ട്. നമസ്കാരം. നമ്മളിന്ന് കോവിഡ് എന്ന് പറയുന്ന ഈ ഒരു മഹാമാരിയുടെ മുന്നിൽ വളരെ അധികം പകച്ചു നിൽക്കുന്ന ഒരവസരം നമ്മളെല്ലാവരും എന്നുള്ളത്. എന്ത് ചെയ്യണം, മുന്നോട്ട് എന്ത് എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് എല്ലാവരുടെയും മുന്നിൽ നിന്ന് നിൽക്കുന്നത്. ഈ ഒരു അവസരത്തിൽ മാർക്കറ്റിംഗ് എക്സ്പേർട്സൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ ഇവിടെ തഴച്ചു വളരാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു മഹത്തരമായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ്. അതിനുവേണ്ടി എല്ലാ ആളുകളും ആ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു മേഖല എന്താണെന്ന് പോലും അറിയാത്ത സമയത്ത് എല്ലാ ആളുകളും ഈ ഒരു മേഖലയെ പുച്ഛിക്കുന്ന ഒരു അവസരത്തിൽ ഈ ഒരു അവസരത്തെ നല്ല രീതിയിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ ഒരു അവസരം ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ 6 വർഷം മുന്നേ ഈ ബിസിനസ് ഏറ്റെടുത്തു. ഇന്ന് വലിയ ലെവലിൽ നമുക്ക് ഒരു സാധാരണ ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ജില്ലയാണ് നമ്മുടെ വയനാട് ജില്ല. നമ്മളിപ്പോൾ ഇന്നുള്ളത് വയനാട് ജില്ലയിലാണ് ഇപ്പോൾ ഉള്ളത്. മാനന്തവാടിക്കടുത്ത് വരയാലെന്ന് പറയുന്ന ആ ഒരു സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമത്തിലാണുള്ളത്. ഇന്ന് കേരളം മുഴുവനും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ കേരളം എടുത്തു പറയുന്ന ഒരു പേരായിട്ട് ഇന്ന് കേരളത്തിന് പുറത്തുമായിട്ട് വലിയ ലെവലിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് MS പ്രസാദ്. അദ്ദേഹത്തെയാണ് നമ്മളിന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂയിലേക്ക് നമുക്ക് കടക്കാം. അതിനു വേണ്ടിയിട്ട് പ്രസാദ് സാറെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം സാർ. നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്, അല്ല മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട്. ഈ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇന്ന് വലിയ ലെവലിൽ വളർന്ന് പന്തലിച്ച ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും അറിയാത്ത അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയെ വളരെ മോശമായിട്ട് കാണുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. 2008, 2010 കാലഘട്ടത്തിലൊക്കെ. 2011 നമ്മുടെ കേരള സർക്കാർ ഈ ഒരു ഇൻഡസ്ട്രിയെ പൂർണ്ണമായിട്ടും നിരോധിച്ചു, ബാൻ ചെയ്തു എന്ന് പറയാം. എന്നാൽ ആ ഒരു സമയത്ത് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് വലിയ ലെവലിലേക്ക്, അത് കേരള സർക്കാർ ആയിക്കഴിഞ്ഞാലും കേന്ദ്ര സർക്കാർ ആയിക്കഴിഞ്ഞാലും നല്ല രീതിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല ലെവലിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും 2011 ഇത്രയും നല്ല മഹത്തരമായിട്ടുള്ള ഈ ഒരു ബിസിനസ്സായിട്ട് പോലും ഒരു മേഖലയായിട്ട് പോലും ഈ ഒരു ഇൻഡസ്ട്രിയെ 2011 കേരള സർക്കാർ നിരോധിക്കാനുള്ള ആ ഒരു കാരണം അതെന്തായിരിക്കും? സാറ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം 2011 നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ മൊത്തത്തിലും കേരളത്തിൽ പ്രത്യേകിച്ച് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ ബാൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഒരു ജെന്യുവിൻ കോൺസെപ്റ്റാണ്. ഈ ലോകത്ത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പോലെ തന്നെ ലോകത്ത് മുഴുവൻ അംഗീകരിക്കപ്പെടുകയും പ്രൂവ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സംവിധാനമാണ് ഡയറക്റ്റ് സെല്ലിംഗ് അഥവാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ലോകത്ത് 100-ലധികം രാജ്യങ്ങളിൽ ഇതൊരു ജെന്യുവിൻ ബിസിനസ്സായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും എടുത്ത് നോക്കിയാൽ ഇതിന് കൃത്യമായൊരു നിയമമോ നിയന്ത്രണമോ അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു ചട്ടക്കൂടോ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. പക്ഷേ ഈ മേഖലയിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി വിജയിക്കണമെങ്കിൽ നിരന്തരമായി പഠിക്കുകയും അതിനുവേണ്ടി കഠിനമായി അധ്വാനിച്ച് മാത്രമേ നമുക്ക് യഥാർത്ഥ ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കൂ. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും എങ്ങനെ എളുപ്പത്തിൽ പണമുണ്ടാക്കാം, എങ്ങനെ പ്രവർത്തിക്കാതെ പണമുണ്ടാക്കാം എന്ന് പറയുന്ന ഒരു ചിന്ത പൊതുവെ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. നമുക്കറിയാം, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ യഥാർത്ഥ കറൻസി നോട്ടിന് പകരം കള്ളനോട്ട് വന്നതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ജെന്യുവിൻ കോൺസെപ്റ്റിന് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്നൊരു സംഭവമാണ് മണി ചെയിൻ എന്ന് പറയും. അപ്പം മണി ചെയിൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അവിടെ വേറെ മാർക്കറ്റിങ്ങോ കാര്യങ്ങളോ അല്ല,
പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു, പണമിട്ടവന് പണം കിട്ടുമെന്ന് പറയുന്നു, ആളുകളെ പ്രലോഭിപ്പിക്കുന്നു, വെറുതെ ഇരുന്നാലും പണം കിട്ടും, എളുപ്പത്തിൽ കോടികൾ ഉണ്ടാക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒരുപാട് സാധാരണക്കാരായ ആളുകളെ ഈ ഒരു ബിസിനസ്സിലേക്ക്, മണി ചെയിനിലേക്ക് ഇൻവോൾവ് ആയതും ഒരുപാട് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഈ പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് കേൾക്കുകയോ കാണുകയോ ചെയ്യുമ്പം ഇത് രണ്ടും ഒന്നുപോലെ തോന്നും. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും മണി ചെയിനും ആളുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഏകദേശം ഒന്നുപോലെ തോന്നുകയും ആളുകൾക്ക് ഇതിനെ തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്ന സമയത്താണ് കേരളത്തിൽ നമുക്കറിയാം വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരുപാട് നമ്മൾ ആട്, തേക്ക്, മാഞ്ചിയം മുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ വന്നതിൻ്റെ ഭാഗമായി ഒരുപാട് കാലം ഈ ഒരു അനാരോഗ്യകരമായ പ്രവണത തുടർന്നതിൻ്റെ ഭാഗമായി നമുക്ക് അറിയുന്നത് പോലെ 2011 കാലഘട്ടത്തിൽ ഇതൊരു വലിയ സ്കാമായിട്ട് മാറി. അന്ന് നമ്മളെ മീഡിയയും പോലീസും ഗവൺമെൻറ്റും എല്ലാം ഇതിനെ മണി ചെയിൻ എന്ന് പറയുന്ന രീതിയിലും അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഒരു വലിയ പ്രശ്നമായി വന്ന സമയത്താണ് ഇതിനെ രണ്ടും ഒന്നാണെന്ന് കരുതി നമ്മുടെ ഗവൺമെൻറ് കേരളത്തിൽ പ്രത്യേകിച്ചും ഈ ഇൻഡസ്ട്രിയെ തന്നെ ബാൻ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. സത്യത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി മോശമായതുകൊണ്ടല്ല അത് ബാൻ ചെയ്യപ്പെട്ടത്. ഇവിടെ ഒരു നിയമമില്ലാത്ത സമയത്ത് മണി ചെയിനും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും ഒന്നാണെന്ന് ഇവിടുത്തെ സാമാന്യ ജനങ്ങളും ഗവൺമെൻറ്റും പോലീസ് സംവിധാനങ്ങളും വിശ്വസിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻഡസ്ട്രി നിരോധിക്കപ്പെട്ടത്. പിന്നീട് അതിനുശേഷമുണ്ടായിട്ടുള്ള ഇതിനെക്കുറിച്ച് നടത്തിയ പഠനങ്ങളും ഇതിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് പല രീതിയിലുള്ള ഇടപെടലുകളും വന്ന സമയത്താണ് ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു സമിതിയെ വെക്കുന്നതും ആ സമിതിയാണ് ഇതിനെക്കുറിച്ച് ലോകത്തെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്നും അതിൻ്റെ സാധ്യത എന്താണെന്ന് തിരിച്ചറിയുകയും ഇത് ഇവിടെയും വലിയ സാധ്യതയുള്ളൊരു മേഖലയാണെന്ന് മനസ്സിലാക്കി ഇതിനാവശ്യമായിട്ടുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരികയും മോണിറ്ററിംഗ് അതോറിറ്റിയൊക്കെ നിലവിൽ വരികയും ഈ മേഖലയിൽ ഒരുപാട് ട്രേഡ് യൂണിയനുകളൊക്കെ കടന്നു വരികയും അതിൻ്റെയൊക്കെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇൻഡസ്ട്രി ഇന്നിവിടെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ആളുകൾക്കൊക്കെ കടന്നു വരാൻ പറ്റുന്ന ഒരു മേഖലയായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 2011 ഈ ഇൻഡസ്ട്രി നിരോധിക്കപ്പെട്ടത് ഒരിക്കലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മോശമായതുകൊണ്ടല്ല, മണി ചെയിൻ കമ്പനികളുടെ കടന്നുവരവാണ് അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു നിയമപരമായിട്ട് പല പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരുടെയും ആവശ്യം എന്ന് പറയുന്നത് വിശ്വാസമാണ്. ഏതൊരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോഴും വിശ്വാസമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യം, ഇതിന് നിയമപരമായിട്ട്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിയമപരമായിട്ട് എന്തെങ്കിലും ഒരു പരിരക്ഷ ഇന്ന് ഈ ഒരു ഇൻഡസ്ട്രിക്ക് ഇന്ന് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. ആ ഒരു കാര്യത്തിലേക്കാണ് ഇനി അടുത്തത് നമ്മൾ പോകുന്നത്. ഒരുപക്ഷെ ഇന്ന് ഒരുപാട് ആളുകൾ ഈ ഒരു മേഖലയിൽ എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ്, ഈ ഒരു മേഖല എനിക്ക് കടന്നു വരാൻ പറ്റിയ ഒരു മേഖലയാണോ, ഇത് ലീഗലാണോ എന്നൊരു സംശയം ഇന്നും ബഹുഭൂരിപക്ഷം സാധാരണക്കാരായ ആളുകൾക്കും ഉള്ളൊരു കാര്യം തന്നെയാണ്. ഈ മേഖലയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്ന് നമ്മളെയൊക്കെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, ഒരു കാലത്ത് ഈ ഇൻഡസ്ട്രിക്കൂടെ ഒരു നിയമവും നിയന്ത്രണവും ഇല്ലായിരുന്നു എന്നുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. പക്ഷേ ഇന്ന് നമ്മളെ രാജ്യത്തും നമ്മുടെ കേരളത്തിലും എടുത്തു നോക്കിയാൽ ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് കൃത്യമായിട്ടുള്ളൊരു മാർഗരേഖ, ഒരു ഗൈഡ് ലൈൻസ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇന്ത്യയിലാകമാനമായി. അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിലും ഇന്ന് കൃത്യമായിട്ടുള്ള നിയമങ്ങളും അതിനുള്ള മാർഗരേഖകളും ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2018 ഓഗസ്റ്റ് 8 നമ്മുടെ കേരളത്തിൽ ഇതിനുള്ളൊരു മോണിറ്ററിംഗ് അതോറിറ്റി നിലവിൽ വരുന്നത്. നമുക്കറിയാം ഇന്ന് ബാങ്കിങ് മേഖല സുഗമമായി പ്രവർത്തിക്കുന്നതിന് കാരണം എന്താണ്? എല്ലാ ബാങ്കുകളും ഇന്ന് റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലാണ്. അതേപോലെ ഇൻഷുറൻസ് കമ്പനികളെല്ലാം IRDAയുടെ നിയന്ത്രണത്തിലാണ്. ഇന്ന് നമ്മുടെ കോടികളുടെ ബിസിനസ് നടക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലും ഏറ്റവും സുതാര്യമായി നടക്കുന്നതിന് കാരണം അത് സെബി എന്ന് പറയുന്ന ഒരു മോണിറ്ററിംഗ് അതോറിറ്റിയുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ്. അതേപോലെ ഇന്ന് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഡയറക്റ്റ് സെല്ലിംഗ് മോണിറ്ററിംഗ് അതോറിറ്റി എന്ന ഒരു അതോറിറ്റി ഗവൺമെൻറ് നിയോഗിച്ചിട്ടുണ്ട്. ഈ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെയും ഈ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും നിരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി. അങ്ങനെ ഈ ഒരു മോണിറ്ററിംഗ് അതോറിറ്റി നമ്മുടെ കേരളത്തിൽ നിലവിൽ വരുന്നത് കഴിഞ്ഞ 2018 ഓഗസ്റ്റ് 8 ഈ ഒരു മോണിറ്ററിംഗ് അതോറിറ്റി വരുന്നത്. ഇന്ന് നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തും ഈ ഇൻഡസ്ട്രി വരുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ അണ്ടറിലാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ അണ്ടറിലാണ് നമ്മുടെ ഈ ഇൻഡസ്ട്രി വരുന്നത് എന്ന് തന്നെ. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്ന് ഈ മേഖലയിൽ വ്യക്തമായിട്ടുള്ള ഒരു പൂർണ്ണ അർത്ഥത്തിലേക്ക് അത് എത്തിയിട്ടില്ലെങ്കിലും ഒരു പരിധിവരെ ഇന്ന് ഈ ഇൻഡസ്ട്രി
ഇന്നിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും മോണിറ്ററിംഗ് അതോറിറ്റിയുടെ നിരീക്ഷണത്തിലുമാണ്. അതിനേക്കാൾ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ കേരളത്തിൽ അനവധിയായ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ നിയമം വന്ന സമയത്തും ഇപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഇവിടെ ഒരേ സമയം നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും അതേസമയം മണി ചെയിനും ഒരേപോലെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്, ഈ സമയത്തും ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഏറ്റവും പ്രതീക്ഷ തരുന്ന ഒരു കാര്യം, ഇവിടെ ഗവൺമെൻറ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഓൺലൈൻ പോർട്ടൽ ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കേരളത്തിൽ നിലവിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ പ്രൊസീഡിങ്സ് ആരംഭിച്ചു കഴിഞ്ഞു. ഇനി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി പ്രവർത്തിക്കണമെങ്കിൽ ഈ ഓൺലൈൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടിയ കമ്പനികൾക്ക് മാത്രം പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇവിടെ വരാൻ പോകുന്നത്. അതോടുകൂടി ഈ ഇൻഡസ്ട്രിയുടെ വിശ്വാസ്യതയും ഇതിൻ്റെ നിയമപരിരക്ഷയും ഒക്കെ ആളുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു കാര്യം, ഈ ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ. അങ്ങനെ വരുന്നതോടുകൂടി ആ ലിസ്റ്റിലില്ലാത്ത കമ്പനികളെല്ലാം ഇല്ലീഗൽ കമ്പനികളായി മാറുകയും അതിവിടെ നിരോധിക്കപ്പെടുകയും അതോടുകൂടി ഇനി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു വലിയ പ്രൊഫഷനായിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്, ഡോക്ടർ, എഞ്ചിനീയർ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു പ്രൊഫഷനായി കരിയറായി ആളുകൾ ഏറ്റെടുക്കാൻ പോകുന്ന, പ്രത്യേകിച്ച് ഇനി വരുന്ന യുവതലമുറ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു വലിയ സാഹചര്യമാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും മോണിറ്ററിംഗ് അതോറിറ്റി എല്ലാം വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. സാർ, ഇപ്പോൾ ഇത്രയും നിയമപരിരക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഇന്ന് നമുക്കിപ്പോൾ സമൂഹത്തിൽ ഒത്തിരി ഇല്ലീഗൽ കമ്പനികൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു ഇൻഡസ്ട്രി തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനിയെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്? സാറ് ചോദിച്ചത് ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ലീഗലും ഇല്ലീഗൽ കമ്പനികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് പല ആളുകൾക്കും ഇതിൽ ലീഗൽ ഏതാണ്, ഇല്ലീഗൽ ഏതാണ്, ജെനുവിൻ ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. കാരണം മറ്റ് ഏത് മേഖലയിലും ഒരു മേഖലയിലേക്ക് ആളുകൾ കടന്നു വരുന്നത് അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ്. പക്ഷേ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആളുകൾ ഒന്നും പഠിച്ചിട്ടല്ല ഈ ബിസിനസ്സിലേക്ക് വരുന്നത്, വന്നതിന് ശേഷമാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് കഴിവുള്ള ആളുകൾ പരാജയപ്പെട്ടു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർക്കൊരു കമ്പനി സെലക്ട് ചെയ്യുന്നതിൽ പറ്റുന്ന വീഴ്ചകളാണ്. അപ്പം നമുക്കറിയാം, ഒരു കമ്പനി സെലക്ട് ചെയ്യണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തന്നെ വേണം ഒരു കമ്പനി നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ആ കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ കുറിച്ച് തന്നെയാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് കമ്പനിയുടെ വിജയത്തിൻ്റെ പുറകിലും, അത് ഏത് മേഖലയിലായാലും ഒരു കമ്പനി വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പുറകിൽ ഒരു സ്ട്രോങ് മാനേജ്മെൻറ്റ് ഉണ്ടാവും. ഒരു സ്ട്രോങ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലും ഒരു കമ്പനിക്ക് വിജയിക്കാൻ സാധിക്കൂ. ഇന്ന് ഈ മേഖലയിൽ കണ്ടുവരുന്ന ഏറ്റവും ഒരു രസകരമായ കാര്യം, ഒരുപാട് കമ്പനികളിൽ പ്രവർത്തിച്ച് ഒരുപക്ഷെ സക്സസ് ആവാൻ പോലും കഴിയാതിരിക്കുന്ന പല ലീഡേഴ്സുമാണ് പോയിട്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ സ്വന്തം കമ്പനിയായിട്ട് വരുന്നത്. അതുതന്നെയാണ് ഇന്ന് ഈ മേഖലയിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കമ്പനിയെ സെലക്ട് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ മാനേജ്മെൻറ്റാണ്. ആ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്റ്റെബിലിറ്റിയുള്ള, നല്ല ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള, അതേപോലെ തന്നെ വിഷനുള്ള, എക്സ്പീരിയൻസ് ഉള്ള, ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത ആളുകൾ വന്നിട്ടാണ് ഇപ്പോൾ ഡയറക്ട് സെല്ലിംഗ് കമ്പനി പലതും തുടങ്ങുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ ഇൻഡസ്ട്രിയിൽ വ്യക്തമായ എക്സ്പീരിയൻസും നല്ല വിഷനും മിഷനും, അതോടൊപ്പം തന്നെ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ ആയിരക്കണക്കിന് കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് പറ്റുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു മാനേജ്മെൻ്റ് ആണ് ആദ്യമായിട്ട് നമ്മൾ വേണ്ടത്. രണ്ടാമത് വേണ്ടത്, നമുക്കറിയാം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അത് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. മാർക്കറ്റിങ്ങിൽ സക്സസ് ആവണമെങ്കിൽ നല്ല പ്രോഡക്റ്റ് വേണം. അപ്പം നമ്മളൊരു കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ ആ കമ്പനിയുടെ മാനേജ്മെൻറ്റ് സ്ട്രോങ് ആണോ, അതോടൊപ്പം തന്നെ അവർ മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ എന്താണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡയറക്ട് സെല്ലിങ്ങിൽ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ സക്സസ് ആവണമെങ്കിൽ ഒന്ന് റീപർച്ചേസ് നടക്കണം.
ഒരു വ്യക്തി ജീവിതത്തിൽ ഒരിക്കൽ മാത്രം വാങ്ങുന്ന പ്രോഡക്റ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ 10 വർഷത്തിൽ ഒരിക്കൽ വാങ്ങുന്ന പ്രോഡക്റ്റ് വെച്ച് റീറ്റെയിലിംഗ് ചെയ്യാൻ, ബിസിനസ് ചെയ്യാൻ പോയാൽ നമുക്ക് ഒരിക്കലും വിചാരിക്കുന്ന ഒരു ഡെവലപ്മെന്റ്സിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം റീപർച്ചേസ് ചെയ്യാവുന്ന പ്രോഡക്റ്റുകളായിരിക്കണം. ഇപ്പം നമ്മൾ സോപ്പും പേസ്റ്റും ഒക്കെ പോലെ തന്നെ ഹെയർ ഓയിൽ പോലെ അല്ലെങ്കിൽ ഫെയർനെസ് ക്രീമൊക്കെ പോലുള്ള കോസ്മെറ്റിക്സോ പേഴ്സണൽ കെയറോ അതിലേക്ക് മറ്റേത് പ്രോഡക്റ്റ് ആയാലും ഒന്ന് റീപർച്ചേസ് പ്രോഡക്റ്റുകളാണോ, 2 ഡെയിലി യൂസ് പ്രോഡക്റ്റുകളാണോ, അതായത് നമ്മുടെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഡക്റ്റുകളാണോ ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഉള്ളതാണോ. കാരണം ഏത് ബിസിനസ്സും വിജയിക്കണമെങ്കിൽ നമുക്കിവിടെ പ്രത്യേകിച്ച് അഡ്വർടൈസ്മെൻ്റ് ഇല്ല. അഡ്വർടൈസ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രോഡക്റ്റും വിൽക്കാൻ പറ്റുമെന്ന് ഇവിടെ നമുക്കറിയാം. പക്ഷേ അഡ്വർടൈസ്മെൻ്റ് ഇല്ലാതെ ഒരു പ്രോഡക്റ്റ് സക്സസ് ആവണമെങ്കിൽ അത് റിസൾട്ട് മസ്റ്റായിട്ട് ആളുകൾക്ക് കിട്ടണം. അപ്പോൾ ഇവിടുത്തെ പ്രോഡക്റ്റുകൾ തന്നെയാണ് അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് മാറുന്നത്. നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണ്, ആ സാറ്റിസ്ഫൈഡ് ആയ കസ്റ്റമേഴ്സ് തന്നെയാണ് നമ്മൾ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല മാനേജ്മെൻറ്റ്, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണോ. ഇനി അതിനേക്കാൾ ഉപരി മറ്റൊരു കാര്യം, നമ്മളെല്ലാം ഈ ബിസിനസ്സിലേക്ക് വരുന്നത് സക്സസ് ആവാനാണ്, വരുമാനം കിട്ടാനാണ്. അപ്പോൾ ഈ ഓരോ കമ്പനികളും വരുമാനം കൊടുക്കുന്നത് വ്യത്യസ്ത സ്ട്രാറ്റജിയാണ്, വ്യത്യസ്ത പ്ലാനുകളാണ്. അപ്പോൾ ഈ കമ്പനി കൊടുക്കുന്ന ഇൻകം കൊടുക്കുന്ന പ്ലാൻ നമുക്ക് നമ്മുടെ എഫേർട്ടിനനുസരിച്ച് വരുമാനം കിട്ടാനുള്ള പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സാധ്യത ആ പ്ലാനിനുണ്ടോ. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കമ്പനി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എളുപ്പത്തിൽ പണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ പ്രവർത്തിക്കാതെ വരുമാനം കിട്ടുമെന്ന് പറഞ്ഞാൽ, നിങ്ങളോട് പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ലാണ്ട് പറയാൻ പറ്റും അത് ഇല്ലീഗൽ കമ്പനിയാണ്. ഒരു സംശയം, അത്തരം പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളും ഏത് കമ്പനി മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അത്തരം കമ്പനികൾ ചീറ്റിംഗ് ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജെന്യുവിൻ കമ്പനികൾ ഒരിക്കലും നിങ്ങൾക്ക് വരുമാനം, പ്രവർത്തിക്കാതെ വരുമാനം കിട്ടുമെന്നോ എളുപ്പത്തിൽ കോടികൾ ഉണ്ടാക്കാമെന്നോ 6 മാസം കൊണ്ട് 100 കോടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ലോജിക്കലി അത് പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യമാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു കമ്പനി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ്: ഒന്ന്, നല്ല മാനേജ്മെൻറ്റ്, നല്ല പ്രോഡക്റ്റ്, നമ്മുടെ അധ്വാനത്തിന് വെച്ച് വരുമാനം കിട്ടാനുള്ള ഇൻകം പ്ലാൻ, പിന്നെ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത വലിയ വാഗ്ദാനങ്ങൾ തരുന്ന, പ്രവർത്തിക്കാൻ വരുമാനം കിട്ടുമെന്ന് പറയുന്ന കമ്പനികൾ. ഇത്തരം കമ്പനികളെ പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കുക. ഇന്ന് നമുക്ക് അറിയാം, കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും വളരെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മളെ സാമ്പത്തിക വിദഗ്ധരൊക്കെ ഇന്ന് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതായത് ഇനി ഏറ്റവും കൂടുതൽ ഇവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ തഴച്ചു വളരാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്തായിരിക്കും? അത് ഏത് വിധത്തിലാണ് ഈ ഒരു ഇൻഡസ്ട്രി ആ ഒരു ലെവലിലേക്ക് മാറാൻ പോകുന്നത്? സാറ് പറഞ്ഞതൊരു വളരെ പ്രസക്തമായ കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ സിറ്റുവേഷനിൽ നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവനും അല്ലെങ്കിൽ എല്ലാ ഇൻഡസ്ട്രികളും എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഈ COVID-19 കൂടി ഒരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷേ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് താൽക്കാലികമായിട്ട് ചില ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നതിനൊക്കെ ചില നിയന്ത്രണങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ COVID-19 ശേഷം ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ഒരുപക്ഷെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത ഒരു വലിയ വളർച്ചയിലേക്കാണ് കടന്നു വരാൻ പോകുന്നത്. കാരണം പല സാഹചര്യങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ഒന്ന്, ആളുകൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയുടെ അത്യാവശ്യം ഇപ്പോൾ ഉണ്ട്. കാരണം നമുക്കൊക്കെ അറിയുന്നത് പോലെ ലക്ഷക്കണക്കിന് ആളുകൾ അന്യ രാജ്യത്തു നിന്ന് തിരിച്ചു വന്നിരിക്കുന്നു, അന്യ സംസ്ഥാനത്തു നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ തിരിച്ചു വരുന്നു. ഇവിടെയുള്ള ചെറുകിട ബിസിനസ്സുകാർ, അതുപോലെ തന്നെ കോർപ്പറേറ്റ് കമ്പനികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ജീവിച്ചു പോകണം എന്നുള്ളത് എല്ലാവരെയും സംബന്ധിച്ച് ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ്. അതിന് വരുമാനം വേണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു പുതിയ മേഖല ഉയർന്നു വരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ, ഒരുവിധ നഷ്ടസാധ്യതയും ഇല്ലാതെ, നമ്മുടെ സമയവും അധ്വാനവും മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ വളർച്ച ഉണ്ടാക്കാൻ കഴിയുന്ന ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആവശ്യമുള്ളതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ 80% ആളുകളും എന്തു ചെയ്യണം എന്നറിയാതെ
എന്ത് വേണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഈ ഇത്തരത്തിൽ ആളുകൾക്കെല്ലാം കടന്നു വരാൻ കഴിയുന്ന ഒരു മേഖല, ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. പിന്നെ വേറെ ഏത് മേഖലയിലായാലും എത്രത്തോളം ആളുകൾക്ക് അവസരമുണ്ട് അതിനൊരു പരിമിതിയുണ്ട്. പക്ഷേ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഇന്ന് എത്ര ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണമെങ്കിലും കടന്നു വരാനും പ്രവർത്തിക്കാനും പറ്റുന്നത്ര ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇന്ന് ഒട്ടുമിക്ക ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളും അതല്ലെങ്കിൽ വെൽനസ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾക്ക് അതിനേക്കാൾ വലിയൊരു അഡ്വാൻറ്റേജും കൂടെ അതിൻ്റെ കൂടെയുണ്ട്. കാരണം നമുക്കറിയാം, ഇന്ന് എല്ലാവരും രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ച് ഒക്കെ കൂടുതൽ നല്ല ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ചൊക്കെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇന്ന് ആളുകളുടെ മുമ്പിലുള്ള രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, പ്രശ്നമെന്ന് പറയുന്നത്, ഒന്ന് വരുമാനമാണെങ്കിൽ രണ്ട് ആരോഗ്യമാണ്. അപ്പം ഈ വരുമാനവും ആരോഗ്യവും ഒരുപോലെ കിട്ടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ളത് ഒരു വലിയ പ്ലസ് പോയിൻ്റാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന ഒരു കാര്യം, ഒരു കാലത്ത് നമ്മളിതൊക്കെ ഡയറക്റ്റ് സെല്ലിംഗ് കൂടുതൽ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിലും നമ്മുടെ മീറ്റിങ്ങുകളും പ്രോഗ്രാമുകളൊക്കെ ഇതുവരെ നടന്നുകൊണ്ടിരുന്നതെല്ലാം ഓഫ്ലൈനിലാണ്, ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ഒക്കെ ആയിട്ടുള്ള മീറ്റിങ്ങുകളാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കോവിഡിൻ്റെ സാഹചര്യത്തോടു കൂടി നമ്മളെ മീറ്റിങ്ങുകളും പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളെല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറി. ഇപ്പം നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ₹1 ചിലവില്ലാതെ, ഇപ്പോൾ എനിക്ക് ഇന്ത്യ മുഴുവൻ ബിസിനസ്സുണ്ട്. പണ്ടാണെങ്കിൽ ഞാൻ ഈ ആളുകളെയൊക്കെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഇന്ത്യ മുഴുവൻ ട്രാവൽ ചെയ്യണമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളെ വീട്ടിലിരുന്നു കൊണ്ട് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും എംപവർ ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഈ കോവിഡ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറി. ഇപ്പോൾ സ്കൂളുകൾ പോലും ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് അത് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ കോവിഡ് കഴിഞ്ഞാലും ഈ സാഹചര്യങ്ങൾ ഇനി മാറാൻ പോകുന്നില്ല. അപ്പോൾ കൂടുതൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ചെലവിൽ ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഈ കോവിഡ്-19 ശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓപ്പർച്യൂണിറ്റിയും, രണ്ട് വെൽനസ് ഇൻഡസ്ട്രി, അതേപോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയുടെ ഈ ഒരു വളർച്ച, ഇതെല്ലാം തന്നെ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു വളർച്ചയിലേക്കാണ് ഈ കോവിഡിന് ശേഷം വരാൻ പോകുന്നത്. മറ്റ് പല ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഒരു വലിയ പ്രതിസന്ധിയാണെങ്കിലും ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയെ സംബന്ധിച്ചിടത്തോളം കോവിഡ്-19 ഈ സമയത്ത് ഈ ഇൻഡസ്ട്രിയിൽ ഒരാൾ കടന്നു വരികയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും അവൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല സമയത്ത് ഈ ഇൻഡസ്ട്രി കടന്നു വരാൻ ഭാഗ്യം കിട്ടിയ ആളുകളാണ് ഈ സമയത്ത് കടന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, സാറിന് പ്രവർത്തിക്കുന്ന കമ്പനി ഏതാണെന്നുള്ളത്. അതുകൂടാതെ എന്തുകൊണ്ട് സാറ് ഈ ഒരു കമ്പനിയെ സെലക്ട് ചെയ്തു എന്നുള്ളതും എല്ലാവരുടെ മനസ്സിലുള്ളൊരു ചോദ്യമായിരിക്കും. അതിനെക്കുറിച്ച് സാറിൻ്റെ വാക്കുകൾ. അത് സാർ പറഞ്ഞത് ശരിയാണ്. കാരണം നമ്മളെയൊക്കെ ഇതുപോലെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കാൻ സഹായിച്ച കമ്പനി ഏതാണെന്ന് അറിയുക എല്ലാവർക്കും സ്വാഭാവികമായിട്ട് താല്പര്യമുള്ള കാര്യമാണ്. എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ഞാനിന്ന് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നത് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ന് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിലാണ് ഞാനിന്ന് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ആ ഒരു കമ്പനിയെ സെലക്ട് ചെയ്തതെന്ന് സാറ് ചോദിച്ചു. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു കമ്പനിക്ക് വിജയിക്കാൻ ആവശ്യമായിട്ട് എന്തെല്ലാം വേണോ അത് എല്ലാം ഒത്തിണങ്ങി വന്ന, അല്ലെങ്കിൽ അതെല്ലാം അടിസ്ഥാന ഘടകങ്ങളും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. കാരണം ഇന്ന് ഈ കമ്പനി നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ ഇപ്പം നമ്മളെല്ലാവരും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താലും കാണാൻ പറ്റും, ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി MI ലൈഫ് സ്റ്റൈലാണ്. ഒരു കമ്പനി വെറുതെ നമ്പർ 1 ആവില്ല. ഒരു കമ്പനി നമ്പർ 1 ആവണമെങ്കിൽ അത് പല കാര്യങ്ങളിൽ നമ്പർ 1 ആകുമ്പോഴാണ് ഒരു കമ്പനി നമ്പർ 1 ആവുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കമ്പനിയിൽ ഞാൻ ഇത്രയും വിശ്വാസം അർപ്പിച്ച് പ്രവർത്തിക്കാൻ കാരണം ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റ് തന്നെയാണ്. ഈ കമ്പനിയോടൊപ്പം വന്നപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് അടുത്തറിയാനും മനസ്സിലാക്കാനും പറ്റിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് വിശ്വസിച്ച് നിൽക്കാൻ പറ്റുന്നൊരു കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ. കാരണം ഇതിൻ്റെ സ്ട്രോങ് മാനേജ്മെൻറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ 2 പതിറ്റാണ്ടിലധികം, അതും സക്സസ്ഫുള്ളായി എക്സ്പീരിയൻസ് ഉള്ള ഒരു മാനേജ്മെൻറ്റാണ്. അതേപോലെ തന്നെ ഒരു കമ്പനി ഡെവലപ്പ് ചെയ്യാൻ എത്രത്തോളം സാമ്പത്തികം ആവശ്യമുണ്ടോ അതിലധികം സാമ്പത്തിക ഭദ്രതയുള്ള ഫിനാൻഷ്യലി സ്റ്റേബിളായ ഒരു മാനേജ്മെൻറ്റാണ് MI ലൈഫ് സ്റ്റൈലിൻ്റെത്. അതേപോലെ തന്നെ വിഷൻ,
ഇന്ന് ഈ കമ്പനി ഈ രീതിയിൽ വളരാൻ, അല്ലെങ്കിൽ ഈ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നെപ്പോലെ ജീവിതത്തിൽ വലിയ വളർച്ച ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കമ്പനിയുടെ ഒരു വിഷൻ തന്നെയാണ്. കമ്പനിയുടെ വിഷൻ തന്നെ ഇന്ന് നമ്മൾ ഇന്ത്യയിൽ നമ്പർ 1 ആണെങ്കിൽ അടുത്ത 5 വർഷം കൊണ്ട് ഏഷ്യയിലും അടുത്ത 10 വർഷം കൊണ്ട് ലോകത്തിൽ നമ്പർ 1 ആവണം എന്ന ഒരു വലിയ വിഷനും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ ഒരു മാനേജ്മെൻ്റ് ആണെന്നുള്ളതാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനം ഞാൻ ഈ കമ്പനി ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം. രണ്ടാമത് ഞാൻ പറഞ്ഞത് ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകളാണ്, കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി, ഇനി ചെയ്യാത്ത വ്യക്തികളും ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ, ദാറ്റ് മീൻസ് നമ്മുടെ നിത്യജീവിതവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കോസ്മെറ്റിക്സും പേഴ്സണൽ കെയർ അതുപോലെയുള്ള പ്രോഡക്റ്റുകൾ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്ലീനിങ് പ്രോഡക്ട്സുകൾ, അതേപോലെ അഗ്രോ പ്രോഡക്ട്സുകൾ, അങ്ങനെ ഉള്ള വൈഡ് റേഞ്ച് പ്രോഡക്റ്റുകളാണ്. അതിൽ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ആയുർവേദിക് വെൽനസ് പ്രോഡക്റ്റുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കോവിഡിന് ശേഷം ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി വലിയ വളർച്ച ഉണ്ടാക്കും. അതേപോലെ തന്നെ ഇനി വളർച്ച ഉണ്ടാകുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെൽനസ് ഇൻഡസ്ട്രിയാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു മെയിൻ ബ്രാൻഡ് എലമെൻറ്റ്സ് വെൽനസ് എന്ന പേരിൽ നമ്മുടെ ഒരു ബ്രാൻഡ് തന്നെ ഇന്ന് ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ആയുർവേദിക് വെൽനസ് പ്രോഡക്റ്റുകളാണ് ഈ കമ്പനിക്കുള്ളത്. അതുതന്നെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആയുഷ് മന്ത്രാലയം സർട്ടിഫൈ ചെയ്ത വെൽനസ് പ്രോഡക്റ്റുകൾ ഈ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നെപ്പോലെ ഒരു വ്യക്തിക്ക് ഇത്രയും വിജയിക്കാൻ സാധിച്ചത് ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ് എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻകം പ്ലാൻ ആളുകൾക്ക് അവൻ്റെ അധ്വാനത്തിനനുസരിച്ച് അവന് വരുമാനം കിട്ടാനുള്ള സാധ്യതയാണ്. ഇപ്പം നിങ്ങൾ ഈ കമ്പനിയുടെ ഇൻകം പ്ലാനിൻ്റെ പൊട്ടൻഷ്യൽ അറിയാൻ നമ്മൾ കൂടുതൽ എക്സാമ്പിൾ ഒന്നും പറയണ്ട, എൻ്റെ കാര്യം തന്നെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. 6 വർഷം മുമ്പ് ടാക്സി ഓടിച്ച് നടന്ന എന്നെപ്പോലൊരു വ്യക്തി ഇന്ന് ഇത്തരത്തിലുള്ള സൂപ്പർ പ്രീമിയം കാറുകൾ ഉപയോഗിക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള കോടികൾ വരുമാനം എനിക്ക് കിട്ടാൻ കാരണം ഈ കമ്പനിയുടെ ഇൻകം പ്ലാനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനിക്ക് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും നമുക്കുണ്ട്. പിന്നെ മൈലേഷ്യൽ മാർക്കറ്റിങ്ങിന് മറ്റ് കമ്പനികൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വന്തമായിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്, ഹാർവെസ്റ്റ് സക്സസ് അക്കാദമി. കാരണം നമുക്കറിയാം ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകളൊന്നും തന്നെ ഈ ഇൻഡസ്ട്രി പഠിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ അല്ല. അങ്ങനെ കടന്നു വരുന്ന ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അവരെ എംപവർ ചെയ്യാനും അവർക്ക് വേണ്ട എല്ലാ നോളജും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇന്ന് നമ്മുടെ കമ്പനിക്ക് സ്വന്തമായി ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമുണ്ട്. അതാണ് ഹാർവെസ്റ്റ് സക്സസ് അക്കാദമി എന്ന് പറയും. 100 കണക്കിന് കോടി ഇൻവെസ്റ്റ് ചെയ്ത് കമ്പനി ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, ഇതൊന്നും വേറൊരു കമ്പനിക്കും ഇല്ല. അപ്പോൾ ഞാൻ മൈലേഷ്യൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇത് തന്നെയാണ്. ഒന്ന്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റും ഏറ്റവും നല്ല പൊട്ടൻഷ്യലുള്ള ഇൻകം പ്ലാനും ഇന്ന് മാർക്കറ്റിൽ പകരം വെക്കാനില്ലാത്ത രീതിയിലുള്ള പ്രോഡക്റ്റുകളും അതോടൊപ്പം തന്നെ ഇതുപോലെ എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ സ്വന്തമായിട്ടുള്ളത് കൊണ്ട് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് കൂടുതൽ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ അതൊരു ഭയങ്കരമായ ബാക്ക് സപ്പോർട്ടാണ്. അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങളും ഉള്ളത് കൊണ്ട് തന്നെയാണ് മൈലേഷ്യൽ മാർക്കറ്റിംഗ് ഇന്ത്യയിലെ നമ്പർ 1 ആയതും അടുത്ത വർഷങ്ങളിൽ അതിൽ ഏഷ്യയിലെ ലോകത്തെ നമ്പർ 1 ആകും എന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഉറപ്പിച്ച് പറയാനുള്ള കാരണവും ഈ കമ്പനി തന്നെ ചൂസ് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും ഒരുപാട് നല്ല കമ്പനികളുണ്ടാവും. ഞാൻ പ്രവർത്തിക്കുന്ന കമ്പനി മാത്രമാണ് നല്ല കമ്പനി എന്നെനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഒരുപാട് നല്ല കമ്പനികൾ ഈ മേഖലയിലുണ്ട്. പക്ഷേ നമ്മൾ ഏത് മേഖല ചൂസ് ചെയ്യുമ്പോൾ ആ മേഖലയിൽ നമ്പർ 1 ഉള്ളപ്പം നമ്പർ 1 ചൂസ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു മിനിമം സെൻസ്. അതുതന്നെയാണ് ഈ കമ്പനി ഞാൻ ചൂസ് ചെയ്യാൻ കാരണം. അതുതന്നെയാണ് ഇന്ന് എൻ്റെ ലൈഫിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കാനും കാരണമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ കമ്പനി ചൂസ് ചെയ്തത്. ഇന്ന് കേരളത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം എടുത്തു പറയുന്ന ഒരു പേരാണ് പ്രസാദ് സാർ. കേരളം മുഴുവനും അറിയപ്പെടുന്ന ഒരു പേരായിട്ട് മാറിയിരിക്കുന്ന പ്രസാദ് സാർ. അപ്പം സാർ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇങ്ങനെയും ആളുകൾ എടുത്തു പറയാൻ, ആളുകളുടെ ഇടയിലേക്ക് സാറിൻ്റെ പേരെത്താൻ സാർ നേടിയ നേട്ടങ്ങൾ, ഈ ഒരു ബിസിനസ് കൂടി എന്തൊക്കെ നേട്ടങ്ങൾ സാർ കരസ്ഥമാക്കിയിട്ടുണ്ട്? എന്നെ സംബന്ധിച്ച് ഞാൻ മൈലേഷ്യൽ മാർക്കറ്റിങ്ങിലേക്ക് കടന്നു വരുന്നത് 2014 സെപ്റ്റംബറിലാണ്.
അതായത് ഇപ്പം നമുക്ക് ഒക്ടോബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏകദേശം 6 വർഷം പൂർത്തീകരിച്ചു. തീർച്ചയായും ഈ ഒരു 6 വർഷം കൊണ്ട് ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് സക്സസ്ഫുള്ളായ ആളുകളുണ്ടെങ്കിലും എൻ്റെ പേരും അക്കൂട്ടത്തിൽ ചേർത്ത് വെച്ച ആളുകൾ പറയാനും തിരിച്ചറിയാനും തുടങ്ങിയത് തീർച്ചയായും എൻ്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ തന്നെയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ വന്നതുകൊണ്ട് ഒരു പക്ഷേ എൻ്റെ ലൈഫിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പല രീതിയിലാണ് ആ നേട്ടങ്ങളെ നമ്മൾ നോക്കിക്കാണുന്നത്. അതിലൊന്ന് എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാനും എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും പറ്റുന്ന ഒരു സാമ്പത്തികമായിട്ടുള്ളൊരവസ്ഥ എനിക്ക് തന്നത് ഈ ഒരു ബിസിനസ്സാണ്. രണ്ടാമത് എൻ്റെ ഫാമിലി. കാരണം നമുക്കറിയാം ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കാലശേഷവും നമുക്ക് വരുമാനം കിട്ടാനുള്ളൊരു സാധ്യത ഈ മേഖലയ്ക്കുണ്ട്. അങ്ങനെ നോക്കിയാൽ എൻ്റെ ഫാമിലി സേഫാണ്. കാരണം ഈ നാളെ ഒരു അവസ്ഥയിൽ ഇൻ കേസ് ഞാൻ ഇല്ലാത്തൊരു സാഹചര്യം വന്നാലും എനിക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാലും ഇനി ഒരു കാലത്തും എൻ്റെ ഫാമിലിക്ക് സാമ്പത്തികമായി മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് വിലയിരുത്തുമ്പോൾ എൻ്റെ ഒരു നേട്ടമെന്ന് പറയുന്നത്. പിന്നെ എൻ്റെ മറ്റൊരു നേട്ടമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഈ കാണുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ബിസിനസ് തുടങ്ങിയ ഒരാളാണ് ഞാൻ. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ എവിടെയെല്ലാം മൈലേജ് സ്റ്റൈൽ ഉണ്ടോ അവിടെയെല്ലാം നമ്മളെ ആളുകൾ തിരിച്ചറിയുന്ന രീതിയിൽ വളരെ ആ ഒരു പബ്ലിസിറ്റി, ആ ഒരു ഇത് നിങ്ങളിന്ന് ഈ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് എൻ്റെ അടുത്ത് വരാൻ പോലും ഉള്ളത് ഈ ഒരു പബ്ലിസിറ്റിയാണ്. അപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഈ ഒരു പബ്ലിസിറ്റി, എൻ്റെ ലൈഫ് സ്റ്റൈലിലുണ്ടായിട്ടുള്ള എൻ്റെ പേഴ്സണാലിറ്റിയിലുണ്ടായിട്ടുള്ള മാറ്റം, ബന്ധങ്ങൾ, എനിക്ക് വ്യക്തിപരമായി ഈ ഇൻഡസ്ട്രിയിൽ വന്നതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ ആളുകൾ എൻ്റെ പേര് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് സ്വാഭാവികമായി എൻ്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങളാണ്. അത് ആളുകൾ ഫിസിക്കലി ആളുകൾ കാണുന്നത് ഈ ബിസിനസ്സിലൂടെ ഇന്ന് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാറുകളും എൻ്റെ ലൈഫ് സ്റ്റൈലും എൻ്റെ വരുമാനവും ഇതൊക്കെ തന്നെയാണ് ആളുകൾ കാണുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്ന മറ്റൊരു ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് എന്നെ ഇൻസ്പയർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറിയ പ്രായത്തിലെ കുറച്ച് വലിയ സ്വപ്നങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് ജോലി ചെയ്താൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ എൻ്റെ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ കഴിയില്ല എന്ന ചിന്തയാണ് ഈ കാണുന്ന രീതിയിലൊരു വലിയ പ്ലാന്റേഷൻ തുടങ്ങാൻ ചെറിയ പ്രായത്തിലെ എന്നെ പ്രേരിപ്പിച്ചത്. പക്ഷേ വലിയ സാധ്യതയുള്ള സമയത്താണ് ഞാൻ പ്ലാന്റേഷൻ തുടങ്ങിയതെങ്കിൽ എൻ്റെ പ്ലാന്റേഷൻ എസ്റ്റാബ്ലിഷ്ഡായി വന്ന സമയത്താണ് കാർഷിക മേഖലയിൽ ഉണ്ടായ തകർച്ച. ഒരുപക്ഷെ എൻ്റെ ജീവിതം തന്നെ വലിയ പ്രതിസന്ധിയിലും എൻ്റെ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് തന്നെ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തി. അങ്ങനെയാണ് ഞാൻ ടാക്സി ഓടിക്കാനും ഡെയിലി 1000 രൂപ സമ്പാദിക്കാൻ പല മേഖലയിൽ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിയത്. പക്ഷേ എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ ബ്രദേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഹൈ പ്രൊഫഷണൽസാണ്. അതിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ബാങ്ക് മാനേജേഴ്സും സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ, സിവിൽ എഞ്ചിനീയർമാർ, കോളേജ് ലെക്ചറർമാർ, അങ്ങനെ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാ ആളുകളും ഒരു നല്ല പ്രൊഫഷണലായി നല്ല ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു പ്ലാന്റേഷൻ തുടങ്ങി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സാമ്പത്തികമായി ഞാൻ തകർന്നു പോകുകയും എൻ്റെ ഫാമിലിയിൽ തന്നെ ഏറ്റവും പരാജയപ്പെട്ടവനായിട്ട് വിലയിരുത്തപ്പെട്ടൊരു കാലമുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് അവഗണനകളും വേദനകളും ഒക്കെ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, അതെല്ലാവർക്കും ഉണ്ടാകും. അത്തരമൊരു സാഹചര്യത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യലും ഈ മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയൊക്കെ എൻ്റെ കയ്യിലേക്ക് വരുന്നത്. തീർച്ചയായും ഈ സമയത്ത് പറയേണ്ട ഒരു പേരെന്ന് പറയുന്നത് മുബീൻ മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി. ഈ ഇൻഡസ്ട്രിയിൽ എന്നെ ഈ ഇൻഡസ്ട്രി എന്താണെന്ന് തിരിച്ചറിയാനും മനസ്സിലാക്കാനും എല്ലാം എന്നെ കാരണമായിട്ടുള്ളത് ഇന്ന് മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിൽ തന്നെ ഇന്ത്യയിലെ ടോപ്പ് അച്ചീവർമാരിൽ ഒരാളായിട്ടുള്ള ഡയമണ്ട് എക്സിക്യൂട്ടീവ് മിസ്റ്റർ മുബീൻ മുഹമ്മദ്. അദ്ദേഹമാണ് എന്നെ അന്ന് തൊട്ട് ഈ ബിസിനസ്സിൻ്റെ സാധ്യതകളിലേക്ക് എന്നെ എത്തിക്കുന്നത്. അങ്ങനെ ഈ ബിസിനസ് അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായ മാറ്റമാണ് ഈ ബിസിനസ് ഏറ്റെടുക്കാൻ എന്നെ ഇൻസ്പയർ ചെയ്തത്. അങ്ങനെ തുടങ്ങി. പക്ഷേ ഇന്ന് എൻ്റെ ഏറ്റവും വലിയ അഭിമാനം, ഇന്ന് എൻ്റെ എൻറ്റയർ ഫാമിലി എടുത്ത് നോക്കിയാൽ എൻ്റെ എൻറ്റയർ ഫാമിലിയിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ ഒരു വ്യക്തിയായി മാറാൻ ഇന്നെനിക്ക് സാധിച്ചു. ഇന്നെൻ്റെ ഫാമിലിയിലെ ഹൈ പ്രൊഫഷണൽസ് മേടിക്കുന്ന സാലറിയേക്കാൾ കൂടുതൽ ഒരു മാസം ലക്ഷങ്ങൾ GST അടയ്ക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ സാധിച്ചു. പണ്ട് ലക്ഷങ്ങൾ സർക്കാർ എനിക്ക് വേണ്ടി കാർഷിക കടങ്ങൾ എഴുതി തല്ലെങ്കിൽ ഇന്ന് അതിനേക്കാൾ കൂടുതൽ ലക്ഷങ്ങൾ ഇൻകം ടാക്സും GST ആയിട്ട് സർക്കാരിലേക്ക് അടക്കുന്ന വ്യക്തിയായിട്ട് മാറാൻ സാധിച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് നമ്മളൊക്കെ ആലങ്കാരികമായി പറയാറുണ്ട് ലൈഫ് ചേഞ്ചിങ് ബിസിനസ് എന്ന് പറയും. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റും മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 100%
ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറയുകയുണ്ടായി സാർ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ ഒരു ടാക്സി മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്ത ഒരാളാണെന്നുള്ളത്. പക്ഷെ ഇന്നത്തെ സാറിൻ്റെ വണ്ടികൾ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് സാറിന് വണ്ടികളോട് പ്രത്യേക ഒരു ക്രേസ് ഉണ്ടോ എന്ന് തോന്നിപ്പോവാണ്. അപ്പോൾ വണ്ടികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാൻ അറിയാനൊരു താല്പര്യമുണ്ട്. സാറ് പറഞ്ഞത് ശരിയാണ്. പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് സാറ് ചോദിക്കുന്നത്. പലപ്പോഴും എൻ്റെ വീട്ടിൽ നിന്നും ചോദിക്കാറുണ്ട്, ഇതെന്തിനാണ് നിനക്ക് ഇത്രയും കാറുകളെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെറിയ പ്രായത്തിലെ കുറച്ച് വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പൊതുവെ ഇത്തരം ലക്ഷറി കാറുകളോടൊക്കെ ഒരു ക്രൈസൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ജോലി ചെയ്യാൻ പോവാതെ പ്ലാന്റേഷൻ തുടങ്ങിയത്. പക്ഷേ സാഹചര്യങ്ങളാണ് എന്നെ ടാക്സി ഓടിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചത്. പക്ഷേ എൻ്റെ കയ്യിലൊരു നല്ല അവസരം കിട്ടിയപ്പോൾ ഈ ബിസിനസ്സിലൂടെ ലൈഫിലെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നൊരു തിരിച്ചറിവുണ്ടായി. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് എല്ലാം സക്സസ് ആയിട്ട് വന്നപ്പോൾ സ്വാഭാവികമായും വാഹനത്തിനോടുള്ള എൻ്റെ ഒരു താല്പര്യം പണ്ടേ ഉള്ളതാണ്. മൈലേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു പഴയ ഇൻഡിക്ക കാർ വെച്ചുകൊണ്ടാണ് ഞാൻ മൈലേജ് മാർക്കറ്റിങ്ങിൽ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഒരു 2 വർഷം കൊണ്ട് ബിസിനസ്സൊക്കെ വളരെ ശക്തമായി ചെയ്ത് എന്നോടൊപ്പം ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആളുകളൊക്കെ കടന്നു ബിസിനസ്സൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ബിസിനസ്സിൽ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഇന്നോവ ക്രിസ്റ്റയാണ്. അന്ന് വയനാട് ജില്ലയിൽ ആദ്യമായിട്ട് ഈ ക്രിസ്റ്റ ഇറങ്ങിയ സമയത്ത് ആദ്യമായിട്ടൊരു ക്രിസ്റ്റ ഇറക്കാൻ സാധിച്ചു. പിന്നീട് ഇന്നോവ എടുത്തു, ബിസിനസ് ഡെവലപ്പ് ചെയ്തു, ബിസിനസ് കൂടുതൽ ഏരിയകളിലേക്ക് വന്നു, ടേൺ ഓവറും വരുമാനവും ഒക്കെ കൂടി ബിസിനസ് കൂടുതൽ സെറ്റായി വന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിൽ എത്ര വരുമാനം കിട്ടിയാലും ആളുകൾ കാണുന്നത് നമ്മുടെ അച്ചീവ്മെൻ്റാണ്. ഈ ബിസിനസ്സിലേക്ക് മറ്റുള്ള ആളുകൾ കടന്നു വരാൻ ആളുകൾക്ക് പ്രചോദനമാകുന്നത് തന്നെ നമ്മുടെ അച്ചീവ്മെൻ്റാണ്. അപ്പോൾ എൻ്റെ ലൈഫിലുണ്ടായ മാറ്റം തന്നെയാണ് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളെയും ബന്ധുക്കളൊക്കെ ഇന്ന് ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയാണ് ഞാൻ അത് ഇന്നോവ എടുത്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ക്ലാസ് മേഴ്സിഡീസ് ഈ ബിസിനസ്സിലൂടെ വാങ്ങിച്ചു. എൻ്റെ ഫാമിലിയിൽ ആദ്യമായിട്ടാണ്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഫാമിലി എടുത്തത് ആദ്യമായിട്ടൊരു ബെൻസൊക്കെ വാങ്ങിച്ച ഒരു ഭാഗ്യം കിട്ടി. പക്ഷേ ബിസിനസ്സാണ്, വരുമാനം കൂടുമ്പോൾ നമ്മളെ ഡെവലപ്മെൻറ്റ്സ് കൂടും, നമ്മളെ ആഗ്രഹങ്ങൾ കൂടും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബ്രാൻഡിങ് ഒരു വലിയ ഘടകമാണ്. ലോകത്ത് ബ്രാൻഡിങ് ഇല്ലാതെ ബിസിനസ് ഇല്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ബെൻസ് എടുത്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു BMW 530 M സ്പോർട്ട് ഏകദേശം ഒരു ഓൺ റോഡ് സർവീസ് പാക്കേജൊക്കെ ഉൾപ്പെടെ 1 കോടിയോളം രൂപ വില വരുന്നൊരു കാറ് വാങ്ങിക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് പക്ഷേ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തന്നൊരു കാര്യം, ഞാൻ ഈ കഴിഞ്ഞ എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ഒരു കാറ് വാങ്ങിക്കൊടുത്തു. കാരണം ഞാനത് വാങ്ങിക്കൊടുക്കാൻ കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഒരു ബർത്ത്ഡേക്ക് ഒരു നല്ല കേക്ക് മേടിച്ച് മുറിക്കാനോ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പ് വാങ്ങിക്കൊടുക്കാനോ ആഗ്രഹം ഉണ്ടായിട്ടും എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞാനിന്ന് ബെൻസ് മേടിച്ചു, BMW മേടിച്ചു എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മാഭിമാനം തോന്നിയ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് എൻ്റെ മകളുടെ ബർത്ത്ഡേക്ക്, അവളുടെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒരു ടൊയോട്ട ഗ്ലാൻസ ഫുൾ ഓപ്ഷൻ കാറ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ വാഹനങ്ങളോട് എനിക്ക് ഒരുപാട് ക്രൈസ് ഉണ്ട്. ഞാനിപ്പോൾ അടുത്ത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വെഹിക്കിള് റേഞ്ച് റോവർ എം സ്പോർട്ടാണ്. അടുത്തൊരു SUV വേണമെന്നുള്ളൊരാഗ്രഹം അടുത്ത് റേഞ്ച് റോവർ എം സ്പോർട്ടാണ് അടുത്ത് വാങ്ങിക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നൊരു വെഹിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ വെഹിക്കിളിനോട് പൊതുവേ ആളുകൾക്ക് താല്പര്യമുണ്ട്, എനിക്കത് കുറച്ച് കൂടുതലുണ്ട്, പലരും എന്നോട് അത് ചോദിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ ഒരു ഇൻഡസ്ട്രിയുടെയും ബിസിനസ്സിൻ്റെയും വലിപ്പമാണ്. ഒരുപക്ഷെ എൻ്റെ ഈ അച്ചീവ്മെൻ്റ് ഒക്കെ തന്നെയാണ് സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ആളുകൾക്കിടയിൽ നമ്മളെ ഡിഫറൻ്റ് ആയിട്ട് കാണാൻ അല്ലെങ്കിൽ നമ്മുടെ പേരൊക്കെ പ്രതിപാദിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ ലൈഫിലുണ്ടായ ഇത്തരം ചേഞ്ചുകൾ തന്നെയാണ്. ഈ ഒരു മേഖല പ്രവർത്തിക്കുന്ന സമയത്ത് പ്രത്യേകം ടീം ഫോം ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. സാറിന് അങ്ങനെ പ്രത്യേകമായിട്ടൊരു ടീം ഫോം ചെയ്തിട്ട് അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ആയിട്ടാണ് സാർ പ്രവർത്തിക്കുന്നത് എന്ന് കൂടി അറിയാനൊരു താല്പര്യമുണ്ട്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരാൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമുക്കറിയാം നല്ല മാനേജ്മെൻറ്റ്, നല്ല കമ്പനി, ഇതൊക്കെ വേണം. പക്ഷേ ഇത് മാത്രം ഉണ്ടായതുകൊണ്ട് പോരാ, കാരണം ഇതൊരു ടീം വർക്കാണ്. അപ്പോൾ ഒരു നല്ല സക്സസ്ഫുള്ളായ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നൊരു കാര്യം, ഇന്ന് ഞാൻ ഫൗണ്ടറായിട്ടുള്ളൊരു ഓർഗനൈസേഷനുണ്ട് നമ്മുടെ MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിങ്ങിൽ. ഇന്ന് ഈ MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിങ്ങിൽ ഒരുപാട് ഓർഗനൈസേഷനുകൾ ഉണ്ടെങ്കിലും ഇന്ന് എൻ്റെയർ മൈലേജ് മാർക്കറ്റിങ്ങിൽ ഏറ്റവും സക്സസ്ഫുള്ളായ ഓർഗനൈസേഷനുകളിൽ ഒന്നാണ് ഞാൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സൺ ഇൻ്റർനാഷണൽ ടീം SIT എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ. ഞാനാണ് അതിൻ്റെ ഒരു ഫൗണ്ടർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്.
ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഓർഗനൈസേഷൻ ഇന്ന് ഇന്ത്യയിൽ നമ്പർ 1 ആയിട്ട് വളരാനും ഇന്ന് ഞാൻ ഒരു വിജയിച്ച വ്യക്തിയായി മാറുന്നതിനുമൊക്കെ ഈ ഒരു ടീം വർക്ക് വല്ലാതെ ഈ ടീം വർക്കിലൂടെയാണ് സാധിച്ചിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്നോടൊപ്പം ശക്തമായി ബിസിനസ് എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് മിസ്റ്റർ സോമകുമാർ, അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പ് സ്വദേശിയാണ്. എൻ്റെ ഒരുപാട് കാലമായിട്ടുള്ള സുഹൃത്താണ് അദ്ദേഹമാണ് എന്നോടൊപ്പം എൻ്റെ ബിസിനസ്സിലേക്ക് ഞാൻ ഡയറക്റ്റ് സ്പോൺസർ ചെയ്തൊരു വ്യക്തി. രണ്ടാമതൊരു വ്യക്തി എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയിലുള്ള മിസ്റ്റർ സത്യം മാഷ് എന്ന് പറയുന്ന അവർ രണ്ടുപേരും ഇന്ന് എൻ്റെ അതേ റാങ്കിലാണ് എന്നോടൊപ്പം നിൽക്കുന്ന 2 ലീഡേഴ്സാണ് അവരോടൊപ്പം തന്നെ ഒരുപാട് ലീഡേഴ്സിൻ്റെ കൂട്ടായിട്ടുള്ള പരിശ്രമം കൊണ്ടാണ് ഇന്ന് സൺ ഇൻ്റർനാഷണൽ ഒരു വലിയ ഓർഗനൈസേഷൻ വളരെ സക്സസ്ഫുള്ളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെടുത്തു പറയേണ്ട ഒരു പേരാണ് നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെ കണ്ണവം സ്വദേശിയായിട്ടുള്ള മിസ്റ്റർ ശ്രീജിത്ത്. അദ്ദേഹവും ഈ കമ്പനിയുടെ ഒരു ITC റാങ്കിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അതേപോലെ ഈ ടീമിൻ്റെ ഇന്ന് സൺ ഇൻ്റർനാഷണൽ ടീം ഇതുപോലൊരു ഓർഗനൈസേഷനായി ബിൽഡ് ചെയ്യാൻ ആയിരക്കണക്കിന് ആളുകളുണ്ടെങ്കിലും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് മിസ്റ്റർ ഷാജി, വയനാട് എൻ്റെ കസിൻ ബ്രദർ കൂടിയായിട്ടുള്ള ഷാജി സാറ്. അതോടൊപ്പം തന്നെ പയ്യന്നൂർ സ്വദേശിയായിട്ടുള്ള ദിനേഷ് സാർ, അതോടൊപ്പം ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള സുനിലാൽ സാർ, കണ്ണൂർ ജില്ലയിൽ തന്നെ ആലക്കോട് സ്വദേശിയായിട്ടുള്ള മിസ്റ്റർ ബിജോഷ് മാത്യു. അതുപോലെ പേരെടുത്ത് പറഞ്ഞാൽ തീരാത്തത്ര ചെറുതും വലുതുമായ റാങ്കുകളിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, ഏകദേശം 1.5 ലക്ഷത്തോളം ഡിസ്ട്രിബ്യൂട്ടേഴ്സും കസ്റ്റമേഴ്സും ഉള്ളൊരു വലിയ ഫാമിലിയാണ് സൺ ഇൻ്റർനാഷണൽ ടീം. ആ ഒരു ഓർഗനൈസേഷനാണ് ഇന്ന്, ആ ഒരു ടീം വർക്കാണ് ഇന്ന് എന്നോടൊപ്പം വന്ന ഈ പറയുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് മാറിയത്. സത്യത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും വിജയം ആ ഒരു ടീം വർക്കിലൂടെയാണ്. അപ്പോൾ നല്ല കമ്പനിയും നല്ല പ്രോഡക്റ്റും എല്ലാം കിട്ടിയാലും നല്ലൊരു കരുത്തുള്ളൊരു വിത്തിന് അനുകൂലമായ മണ്ണ് വേണമെന്ന് പറയുന്നത് പോലെ ഒരു ശക്തമായ ടീമില്ലാതെ ഒരു ഓർഗനൈസേഷൻ ഇല്ലാതെ വിജയിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ ഒരു അറിയപ്പെടുന്ന ഒരു മാഗസീൻ, സൂം മാഗസീൻ എന്ന് പറയുന്ന ഒരു മാഗസീനിൽ സാറിന് കേരളത്തിലെ ഏറ്റവും നല്ല ഡയറക്റ്റ് സെല്ലറൊക്കെ ഉള്ള അവാർഡ് കിട്ടി എന്നുള്ളൊരു വാർത്ത കൂടി കേട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കൂടി ഒന്ന് അറിയണം. തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു കരിയറിൽ എനിക്ക് വളരെ അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണത്. കാരണം പണ്ട് ഞാനിതിന് ബിസിനസ്സായിട്ട് പറയുമ്പോൾ പല ആളുകളും എന്നോട് ചോദിച്ചത് ഇതൊക്കെ ഒരു ബിസിനസ്സാണോ എന്നാണ്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞ വർഷം 2019 കേരളത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് മാഗസിനാണ് ബിസിനസ് സൂം എന്ന് പറഞ്ഞൊരു ബിസിനസ് മാഗസിൻ. അവരുടെ 2019 അവരുടെ വാർഷിക പതിപ്പിൽ കേരളത്തിലുള്ള MA യൂസഫലിയൊക്കെ ഉൾപ്പെടെയുള്ള ഓരോ മേഖലയിലും സക്സസ്ഫുള്ളായ വലിയ വലിയ ബിസിനസ്സുകാരും വ്യവസായികളുടെയും ഒക്കെ ഇൻ്റർവ്യൂവും സ്റ്റോറിയും എല്ലാം അടിച്ചു വന്നൊരു മാഗസിനിൽ അവരോടൊപ്പം നമ്മുടെ ഒരു ഇൻ്റർവ്യൂ ഒരു വാർഷിക പതിപ്പിൽ അടിച്ചു വരാനും അവർ പല മേഖലയിൽ അവാർഡ് കൊടുത്ത സമയത്ത് കേരളത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ ഏറ്റവും സക്സസ്ഫുള്ളായ ഒരു ഡയറക്റ്റ് സെല്ലർക്കുള്ള ബെസ്റ്റ് ഡയറക്റ്റ് സെല്ലിംഗ് അച്ചീവ്മെൻ്റ് അവാർഡ് കിട്ടി എന്നുള്ളത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ ആദ്യമായിട്ടാണ് ഏതെങ്കിലും തലത്തിലൊരു അവാർഡ് പ്രഖ്യാപിക്കപ്പെടുന്നതും അങ്ങനെ ഒരു അവാർഡ് കൊടുക്കുന്നതും. അത് എനിക്ക് തന്നെയായി എന്നുള്ളതൊരു വലിയ അഭിമാനമാണ്. കാരണം ഈ ഇൻഡസ്ട്രീൻ്റെ ഏറ്റവും വലിയൊരു മൈലേജാണത്. കാരണം അതും ആ ഒരു അവാർഡ് നമുക്ക് തരുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള AK ശശീന്ദ്രൻ, ഒരു മിനിസ്റ്ററിൽ നിന്ന് ഒഫീഷ്യലി ഒരു അവാർഡൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ്, വലിയ അഭിമാനമുള്ളൊരു ഓർമ്മ തന്നെയാണത്. നമുക്ക് ഇന്ന് ഇവിടെ എനിക്ക് കിട്ടിയ അവാർഡ് അത് പ്രസാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കിട്ടിയ ഒരു അവാർഡല്ല, മറിച്ച് കേരളത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് കിട്ടിയ അംഗീകാരമാണ്. നമ്മളെന്തായാലും ഈ ഒരു ഇൻ്റർവ്യൂ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അതിനു മുന്നേ സാറിൻ്റെ ഫാമിലിനെ കൂടി കുറിച്ച് ഒന്ന് അറിയണം എന്നൊരാഗ്രഹമുണ്ട്. അതിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. തീർച്ചയായിട്ടും എനിക്ക് ഞങ്ങളൊരു സാധാരണ ഫാമിലിയാണ്. ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം ഇപ്പോഴും നമ്മൾ മറ്റുള്ളതൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഫാമിലി നമ്മൾ സാധാരണ രീതിയിലാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വൈഫ്, 2 കുട്ടികളാണ്, 2 പേരും പഠിക്കുന്നു. അതോടൊപ്പം തന്നെ അച്ഛൻ, അമ്മ എല്ലാവരും കൂടിയിട്ടുള്ള വളരെ സന്തുഷ്ടമായിട്ടുള്ള ഒരു ഫാമിലിയാണ് ഉള്ളത്. ഞാനിപ്പോൾ അച്ഛനും അമ്മയൊക്കെ എന്നോടൊപ്പം തന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്ര നേരം നമ്മുടെ കൂടെ സംസാരിച്ച നമ്മുടെ പ്രസാദ് സാർ, അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് അദ്ദേഹം ജീവിച്ച ആ ഒരു വീടാണ് നമ്മളിവിടെ കാണുന്നത്. ഏതൊരു സാധാരണക്കാരനും പഠിക്കാനും പരിശ്രമിക്കാനും തയ്യാറാണെങ്കിൽ ഏതറ്റം വരെ
അവന് എത്രമാത്രം അവൻ്റെ ജീവിത സ്വപ്നങ്ങളുണ്ടോ ആ സ്വപ്നങ്ങളൊക്കെ കൈയടക്കാൻ പറ്റും എന്നുള്ള ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ച നമ്മുടെ പ്രസാദ് സാർ. ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച പ്രസാദ് സാറിന് എല്ലാവിധ നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുകയാണ്. താങ്ക് യു സാർ.